എല്ലാവർക്കും സുപ്രഭാതം. ഇന്ന് രാമായണ പാരായണത്തിലെ 25-ാമത്തെ ദിവസമാണ്. 25-ാമത്തെ ദിവസത്തിലെ ഭാഗങ്ങളാണ് ഞാനിന്നിവിടെ വായിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ, ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ, ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ, ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ, ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ, ശ്രീരാമ രാമ മമ ഹൃദിരമതമാം രാമ രാമ, ശ്രീരാഘവാത്മാ രാമ, ശ്രീരാമ രമാപദേ, ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ, നാരായണായ നമോ, നാരായണായ നമോ, നാരായണായ നമ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളി പെണ്ണേ, ശ്രീരാമചരിതം നീ ചൊല്ലിയിടുമടിയാതെ, ശാരിക പൈതാനും വന്ദിച്ചു വന്ദ്യന്മാരെ, ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. രാവണ ശുക സംവാദം. മുന്നേ നിബദ്ധനായോരു ശുകാസുരൻ തന്നെ വിരവോടയക്കമടിയാതെ ചെന്നു സുഗ്രീവനോട് വൃത്താന്തങ്ങളൊന്നൊഴിയാതെ അറിയിക്ക വൈകാതെ എന്നരുൾ ചെയ്തു തൊഴുവൻ ചെന്നു ദശാനനൻ തന്നെ വണങ്ങിനാൻ. പങ്ക്തിമുഖൻ അവനോട് ചോദിച്ചെന്നെന്ത് നീ വൈകുവാൻ കാരണം ചൊല്ലിടൂ. വാനരേന്ദ്രന്മാരറിഞ്ഞു പിടിച്ച അഭിമാന വിരോധം വരുത്തിയാരോ തവ ക്ഷീണഭാവം കലർന്നിടുവാൻ കാരണം മാനസേ ഖേദം കളഞ്ഞു ചൊല്ലിയിടും. രാത്രിഞ്ചരേന്ദ്രോക്തി കേട്ടു ശുകൻ പരം മാർത്തം ദശാനനോട് ചൊല്ലിയിടിന. രാക്ഷസരാജപ്രവല ജയ ജയ മോക്ഷോപദേശമാർഗേണ ചൊല്ലിയിടുവൻ. സിന്ധു തന്നുത്തരോ പരിചൻ ഒന്നൊരന്തരമെന്നിയേ താൻ വാക്തവവാക്യങ്ങൾ ചൊന്ന നേരത്തവരെന്നെ പിടിച്ചുടൻ കൊന്നുകളവാൻ തുടങ്ങും ദിശാന്തരി. രാമരാമ പ്രഭു പാഹി പാഹീതി. ഞാൻ ആമയം പൂണ്ട് കരഞ്ഞ നാദം കേട്ടു. ദൂതനവത്യനയനപ്പിനയനപ്പിനേ നാദരവോടരുൾ ചെയ്തു ദയാപരൻ. വാനരന്മാരോ അയച്ചാരതുകൊണ്ട് ഞാനും ഭയം തീർന്നു നീളെ നടന്നുടൻ വാനര സൈന്യമെല്ലാം കണ്ടുപോന്നിത്. മാനവവീരൻ അനുജ്ഞയാ സാദരം പിന്നെ രഘുത്തമൻ എന്നോട് ചൊല്ലിനാൻ. ചെന്നു നീ രാവണൻ തന്നോട് ചൊല്ലുക, സീതയെ നൽകിയിടു ഒന്നുകില്ലായി ഏതുമേ വൈകാതെ യുദ്ധം തുടങ്ങുക. രണ്ടിലും ഒന്നുഴറി ചെയ്തു കൊള്ളണം, രണ്ടും കണക്കെനിക്കെന്ന് പറയണം. എന്തു ബലം കൊണ്ട് സീതയെ കണ്ടുകൊണ്ട് അന്ധനായി പോന്നിരുന്നിങ്ങുകൊണ്ട് ഭവാൻ. പോരും അതിനു ബലമെങ്കിൽ എന്നോട് പോരിനായി കൊണ്ടു പുറപ്പെട്ടിടുകാശു നീ. ലങ്കാപുരവും നിശാചര സേനയും
ശങ്കാവീനം ശരങ്ങളെ കൊണ്ടു ഞാൻ ഒക്കെ പൊടിപെടുത്തെന്നുള്ളിൽ വന്നു പൂക്കൊരു രോഷവും ആശുതീർത്തിയിടുവൻ. നക്തഞ്ചരക്കുലശ്രേഷ്ഠൻ ഭവാനൊരു ശക്തനെന്നാകിൽ പുറപ്പെടുവാശു നീ എന്നരുളി ചെയ്തിരുന്നേ. അരുളിയിടിനാൻ നിന്നുടെ സോദരൻ തന്നോടുകൂടവേ സുഗ്രീവ ലക്ഷ്മണന്മാരോടും ഒന്നിച്ചു നിഗ്രഹിപ്പാനായി ഭവന്തം രണാങ്കണേ. കണ്ടാലും അസംഖ്യം ബലം ദശ കണ്ട പ്രഭു കവിപുങ്കവപ്പാലിതം പർവ്വത സന്നിഭന്മാരായ വാനരൻ ഉർവി കുലുങ്ങവേ ഗർജനവും ചെയ്തു. സർവലോകങ്ങളും ഭസ്മമാക്കിയിടുവാൻ ഗർവം കലർന്നു നിൽക്കുന്നത് നിർഭയം. സംഖ്യയും മാർക്കു ഗണിക്കാവതില്ല. സംഖ്യാവതാംബരനായ കുമാരനും ഹുങ്കാരമേറിയ വാനരസേനയിൽ സംഘപ്രധാനന്മാരെ കേട്ടുകൊള്ളുക. ലങ്കാപുരത്തെയും നോക്കി നോക്കി ദ്രുതം ശങ്കാവിഹീനമലറി നിൽക്കുന്നവൻ 100,000 പടയോടും രിപുക്കളെ നീറാക്കുവാനുഴറ്റോടുവാൽ പൊങ്ങിച്ചു. കാലനും പേടിച്ചു മണ്ടും അവനോട് നീലനാം സേനാപതി വഹ്നിനന്ദനൻ അംഗദനാ കുംളിയത രാജാവതീനേതു പത്മ കിഞ്ചൽ കസമപ്രഭൻ വാൾ കൊണ്ടു ഭൂമിയിൽ തച്ചുതച്ചങ്ങനെ ബാലിതൻ നന്ദന ദൃശ്യം ഗോപമൻ തൽപാർശ്വസീംനി നിൽക്കുന്നതോ രാജൻ ത്വൽപുത്രഘാതകൻ രാമചന്ദ്രപ്രിയൻ സുഗ്രീവനോട് പറഞ്ഞു നിൽക്കുന്നവ ലുഗ്നാം ശ്വേതൻ രഥസമപ്രഭൻ രംഭനങ്ങേതവൻ മുമ്പിൽ നിൽക്കുന്നവൻ വമ്പനായുള്ള ശരഭൻ മഹാബലൻ മൈന്ദനങ്ങേതവൻ തമ്പി വിവിധനും വൃന്ദാരക വൈദ്യനന്ദനന്മാരല്ലോ ചെയ്തു കർത്താവാം നളിനതിരങ്ങേത് ബോധമേറും വിശ്വകർമാവുതൻ മകൻ താരൻ പനസൻ കുമുദൻ വിനിതനും വീരൻ വൃഷഭൻ വികടൻ വിശാലനും മാരുതി തനയൻ പിതാവാകിയ കേസരി ശൂരനായിടും പ്രമാദിശതവിളി സാരനാം ജാമ്പവാനും വേഗദർശിയും വീരൻ ഗജനും ഗവയൻ ഗവാക്ഷനും ശൂരൻ ദധിമുഖൻ ജ്യോതിർമുഖനതിഘോര സുമുഖനും ദുർമുഖൻ ഗോമുഖൻ ഇത്യാദി വാനര നായകന്മാരെ ഞാൻ പ്രത്യേകം ഇങ്ങനെ ചൊല്ലുന്നതും പ്രഭു. ഇത്തരം വാനര നായകന്മാർ 67 കോടിയുണ്ടുള്ളതറിഞ്ഞാലും ഉള്ളം തെളിഞ്ഞു പോർക്കായി 21 വെള്ളം ഉള്ളതവയെല്ലാം വെള്ളം പടയവർക്കുള്ളതവയെല്ലാം ദൈവാരികളെ ഒടുക്കുവാനായി വന്ന ദൈവാംശ സംഭവന്മാരിവരെ വരും. ദൈവാംശസംഭവന്മാരിവരെ വരും. ശ്രീരാമദേവനും മനുഷ്യനല്ലാതി നാരായണനാമ്പൻ പുരുഷോത്തമൻ സീതയാകുന്നത് യോഗമായ ദേവി സോദരൻ ലക്ഷ്മണനായ നന്ദനും ലോകമാതാവും പിതാവും ജനകജാരാഘവന്മാരെന്നറിക വഴിപോലെ രാഘവന്മാരെന്നറിക വഴിപോലെ വൈരമം അവരോട് സംഭവിച്ചിടുവാൻ കാരണമെന്തെന്നതൊക്കെ നീ മാനസേ.
പഞ്ചഭൂതാത്മകമായ ശരീരവും പഞ്ചുത്തമാശുഭവിക്കുമെല്ലാവനും പഞ്ചപഞ്ചാത്മക തത്വങ്ങളെ കൊണ്ട് സഞ്ചിതം പുണ്യപാപങ്ങളാൽ ബന്ധമായി ത്വം മാംസമേതോസ്തി മൂത്രമലങ്ങളാൽ സമ്മേളിതമതി ദുർഗന്ധമെത്രയും ഞാനെന്ന ഭാവം അതിലിങ്കലുണ്ടായി വരും. ജ്ഞാനമില്ലാതെ ജനങ്ങൾക്കതോർക്ക നീ അന്ധജടാത്മകമായ കായത്തിങ്ക ലന്തുരാസ്തഭവിക്കുന്നതും ധീമതാം. യാതൊന്നു മൂലമായി ബ്രഹ്മഹത്യാദിയാം പാതകൗഖങ്ങൾ കൃത്യങ്ങളാകുന്നതും ഭോഗഭോക്താവായ ദേഹം ക്ഷണം കൊണ്ട് രോഗാദി മൂലമായി സമ്പദിക്കും ദൃഢം. പുണ്യപാപങ്ങളോടും ചേർന്ന് ജീവനം വന്നുകൂടുന്നു സുഖദുഃഖബന്ധനം. ദേഹത്തെ ഞാനെന്നു കൽപ്പിച്ചു കർമ്മങ്ങൾ മോഹത്തിലാൽ അവശതത്വേന ചെയ്യുന്നു. ജന്മമരണങ്ങളും അതുമൂലമായി സമ്മോഹിതന്മാർക്കു വന്നു ഭവിക്കുന്നു. ശോകജരാമരണാദികൾ നീക്കുവാൻ ആകയാൽ ദേഹാഭിമാനം കളകനി. ആത്മാവു നിർമ്മലനവ്യേനദ്വയനാത്മാനാത്മനാ കണ്ടു തെളിക നീ. ആത്മാവിനെ സ്മരിച്ചിടുക സന്തതം ആത്മനിതന്നിലേക്ക് നീ കേവലം. പുത്രധാരാർത്ഥഗൃഹാദി വസ്തുക്കളിൽ ശക്തി കളഞ്ഞു വിരക്തനായി വാഴുക. സൂകരശ്വാദി ദേഹങ്ങളിലാകിലും യോഗം നരകാദികളിലുമുണ്ടല്ലോ. ദേഹം വിവേകാഠ്യമായതും പ്രാപിച്ചീതാഹന്ത പിന്നെ ദ്വിജത്വവും വന്നിത്. കർമ്മഭൂവാമത്ര ഭാരത ഖണ്ഡത്തിൽ നിർമ്മലം ബ്രഹ്മജന്മം ഭവിച്ചിടിനാൽ പിന്നെയുണ്ടാകുമോ ഭോഗത്തിലാഗ്രഹം? ധന്യനായുള്ളവനോർക്ക് മഹാമതി. പൗലസ്ത്യപുത്രനാം ബ്രഹ്മാണ്ഡ്യൻ ഭവാൻ. പൗലസ്ത്യപുത്രനാം ബ്രഹ്മാണ്ഡ്യൻ ഭവാൻ ത്രൈലോക്യ സമ്മതൻ ഘോരതബോധനൻ എന്നിരിക്കെ പുനരജ്ഞാനിയെപ്പോലെ പിന്നെയും ഭോഗാഭിലാഷമെന്തിങ്ങനെ. ഇന്നു തുടങ്ങി സമസ്ത സംഘങ്ങളും നന്നായി പരിത്യജിച്ചിടുക മാനസേ. രാമനെ തന്നെ സമാശ്രയിച്ചിടുക. രാമനാകുന്നതാത്മാപരനദ്വയൻ സീതയെ രാമന് കൊണ്ടുകൊടുത്തു തൻ പാദപത്മാനുജനായി ഭവിക്ക നീ. സർവപാപങ്ങളിൽ നിന്ന് വിമുക്തനായി ദിവ്യമായി വിഷ്ണുലോകം ഗമിക്കുവാൻ വരും. അല്ലായിരാശു കീഴ്പോട്ട് പോയി ചെല്ലും നരകത്തിൽ ഒരു സംശയം. നല്ലതത്രേ ഞാൻ നിനക്കു പറഞ്ഞത്. നല്ല ജനത്തോട് ചോദിച്ചു കൊள்കടോ. രാമരാമേതി രാമേതി ജപിച്ചുകൊണ്ടാമയം വേറിട്ട സാധിക്ക മോക്ഷവും. സത്സംഗമത്തോടു രാമചന്ദ്രം ഭക്ത വത്സലം ലോകശരണ്യം ശരണതം ദേവമരതകമകാന്തികാന്തം രമാസേവിതം ചാപവാണായുധം രാഘവം സുഗ്രീവസേവിതം ലക്ഷ്മണ സംയുതം രക്ഷാനിഗുണം വിഭീഷണ സേവിതം ഭക്ത്യാ നിരന്തരം ധ്യാനിച്ചുകൊള്ളിലോ മുക്തി വന്നീടുമതിനില്ല സംശയം. ഇത്തം ശുഖവാക്യമജ്ഞാനനാശനം ശ്രുത്വാദശാസ്യനും ക്രോധതാമ്രാക്ഷനായി ദഗ്ധനായി പോകും ശുഖനെന്ന് തോന്നുവാ അത്യന്തരോഷേണ നോക്കിയുര ചെയ്താൻ.
ഭൃത്യനായുള്ള നീ ആചാര്യനെ പോലെ നിഷ്പ്രഭം നിശിക്ഷ ചൊല്ലുവാൻ എന്തു കാരണം? പണ്ടു നീ ചെയ്തൊരുപകാരം ഓർക്കയാലുണ്ടോ കാരുണ്യമെനിക്കതുകൊണ്ട് ഞാൻ ഇന്നു കൊല്ലുന്നതില്ലെന്ന് കൽപ്പിച്ചിതൻ മുന്നിൽ നിന്നാശുമറയത്തു പോക നീ. കേട്ടാൽ പൊറുക്കരുതാതൊരു വാക്കുകൾ കേട്ടു പൊറുക്കുവാൻ ക്ഷമയും എനിക്കില്ല. എന്നുടെ മുമ്പിൽ നിന്നീത്ത കാൽക്ഷണം നിൽക്കയിൽ വന്നുകൂടും മരണം നിനക്കെന്നുമേ എന്നതു കേട്ടു പേടിച്ചവൻ ചെന്നുതൻ മന്ദിരം പൂക്കിരുന്നിടിനാൽ ചെന്നുതൻ മന്ദിരം പൂക്കിരുന്നിടിനാൽ. ശുകന്റെ പൂർവ വൃത്താന്തം. ബ്രാഹ്മണശ്രേഷ്ഠൻ പുരാശുകൻ നിർമ്മലൻ ബ്രാഹ്മണ്യവും പരിപാലിച്ചു സന്തതം കാനനത്തിങ്കൽ വാനപ്രസനായ മഹാജ്ഞാനികളിൽ പ്രധാനത്വവും കൈക്കൊണ്ട് ദേവകൾക്കഭ്യുദയാർത്ഥമായി നിത്യവും ദേവാരികൾക്ക് വിനാശത്തിനായിക്കൊണ്ടും യാഗാദി കർമ്മങ്ങൾ ചെയ്തീമേ വീടിനാൽ യോഗം ധരിച്ചു പരബ്രഹ്മനിഷ്ഠയാ വൃന്ദാരകാഭ്യുദയാർത്ഥിയായി രാക്ഷസ നിന്ദാപരനായി മരുവും ദശാന്തരേ നിർജ്ജരവൈരയിച്ചു കുലശ്രേഷ്ഠനാകിയ വജ്രദംശൻ മഹാദുഷ്ട നിശാചരൻ എന്തോന്നു നല്ലു ശുകാപകാരത്തിനെ അനന്തരവും പാർത്തിരിക്കും വിധോ കുംഭോദ്ഭവനാം അഗസ്ത്യൻ ശുകാശ്രമേ സംപ്രാപ്തനായൊരു ദിവസം ബലാസംഭൂജിതനാം അഗസ്ത്യ തപോധന സംഭോജനാർത്ഥം നമന്ത്രിതനാകയാൽ സ്നാതും ഗതേ മുനിർവിനോ കുംഭോത്സവേ തഥാ യാതുധനാധിപൻ വജ്രദംശാസുരൻ ചെന്നാനഗസ്ത്യരൂപം ധരിച്ചന്തര ചൊന്നാൻ ശിവനോട് മന്ദഹാസാൻവിതം ഒട്ടുനാളുണ്ട് മാംസം കൂട്ടിയുണ്ടിട്ട് മൃഷ്ടമായുണ്ണേണമെന്ന് നമുക്കെടൂ ചാകമാംസം വേണമല്ലോ കറിമ ത്യാഗിയല്ലോ ഭവാൻ ബ്രാഹ്മണ സത്തമൻ എന്നളവേശുവൻ പത്നിയോടും തഥ ചൊന്നാനതെങ്ങനെയെന്നവളും ചൊന്നാൾ. മധ്യേ ശുഖപത്നി വേഷം ധരിച്ചവൻ ചിത്തമോഹം വളർത്തിയിടിനാൽ മായ മധ്യമാംസം വിളമ്പിക്കൊടുത്തമ്പോട് നത്രൈവ വജ്രദംശൻ മറഞ്ഞിടിനാൻ. മർത്യമാംസം കണ്ടു മൈത്രാവരുണിയും ക്രുധനായി ക്ഷിപ്രം ശുകനെ ശപിച്ചിത് മർത്യരെ ഭക്ഷിച്ചു രാക്ഷസനായി നീ പൃഥ്വിയിൽ വാഴുക മത്തപോയിഭാൽ. ഇത്തം ശപിച്ചത് കേട്ടു ശുകൻ താനും മേത്രയും ചിത്രം ഇതെന്തൊരു കാരണം മാംസോത്തരം ഭുജിക്കണമെനിക്കെന്ന് ശാസന ചെയ്തതും മറ്റാരുമല്ലല്ലോ. പിന്നെ അതിനെ കോപിച്ചു ശവിച്ചു എന്നുടെ ദുഷ്കർമ്മമെന്നേ പറയാവൂ. ചൊല്ലെന്തു പറഞ്ഞതു നീ സഖി നല്ല വൃത്താന്തം ഇതെന്നോട് ചൊല്ലണം എന്നത് കേട്ടു ശുകനും അഗസ്ത്യനോട് അന്നേരമാശു സത്യം പറഞ്ഞിരിനാൾ. മജ്ജനത്തിനെഴുന്നള്ളിയ ശേഷമേ തിജ്ജനത്തോട് വീണ്ടും വന്നരുൾ ചെയ്തു വ്യഞ്ജനമാംസ സമന്വിതം വേണമെന്ന അച്ഛസ ഞാനതു കേട്ടിത് ചെയ്തതും ഇത്തം
ചുവോക്തികൾ കേട്ടു രഗസ്ത്യനും ചിത്തേ മുഹൂർത്തം വിചാരിച്ചരുളിനാൻ. വൃത്താന്തം ഉൾക്കാമ്പു കണ്ടോളേ ഉൾത്താപത്തോടരുൾ ചെയ്ത് ആനഗസ്ത്യനും വഞ്ചിതന്മാരായ വയമ്പതയാമിനീ സഞ്ചാരികൾ ഇത് ചെയ്തത് നിർണയം. ഞാനും അതിമൂഢനായി ചമഞ്ഞീൻ ബല ലൂനം വരാവിധിതൻ മതമെന്നുവേ മിഥ്യയായി വന്നുകൂടാ മമ ഭാഷിതം. സത്യപ്രധാനല്ലോ നീയുമാകയാൽ നല്ലത് വന്നുകൂടും നിർണയം. കല്യാണമായി ശാപമോക്ഷവും നൽകുവൻ. ശ്രീരാമപത്നിയെ രാവണൻ കൊണ്ടുപോ ആരാമസീമനി വെച്ചുകൊള്ളും ദൃഢം. രാവണ ഭൃത്യനായി നീയും വരും ചേരം. കേവലം നീ അവനിഷ്ടമായി വരും രാഘവൻ വാനരസ്യരുമായി ചെന്ന് ആകുലമെന്നീ ലങ്കാപുരാന്തി നാലു പുറവും വളഞ്ഞിരിക്കുന്നൊരു കാലമവസ്ഥയറിഞ്ഞു വന്നിടിനാൻ. കാലമവസ്ഥയറിഞ്ഞു വന്നിടിനാൾ നിന്നേക്കും ദശാനനെന്നു നീ ചെന്നു വണങ്ങുക രാമനെ സാദരം. പിന്നെ വിശേഷങ്ങളൊന്നൊഴിയാതെ പോയി ചെന്നു ദശമുഖൻ തന്നോട് ചൊല്ലുക. രാവണനാത്മതത്വോപദേശം ചെയ്തു ദേവപ്രിയനായി വരും പുനരാശ്വനി രാക്ഷസ സ്വഭാവശേഷവും ഉപേക്ഷിച്ചു സാക്ഷാൽ വിജയദ്വിജത്വവും വന്നുകൂടും ദൃഢം. ഇത്തമനുഷ്കനുഗ്രഹിച്ചു കലശോദ്ഭവൻ സത്യം തപോധനവാക്യം മനോഹരം. സത്യം തപോധനവാക്യം മനോഹരം. മാല്യവാന്റെ വാക്യം. ചാരനായൊരു ശുകൻ പോയനന്തരം ഘോരനാം രാവണൻ വാഴുന്ന മന്ദിരെ വന്നിതു രാവണ മാതാവു തൻ പീത. ഖിന്നനായി രാവണനെ കണ്ടു ചൊല്ലുവാൻ സൽക്കാരവും കുശലപ്രശ്നവും ചെയ്തു രക്ഷോവരനുമിരുത്തിയഥോചിതം. കൈകസീതാതൻ മതിമാൻ വിനീതിമാൻ കൈകസീ നന്ദനൻ തന്നോട് ചൊല്ലിനാൻ. ചൊല്ലുവൻ ഞാൻ തവ നല്ലത് പിന്നെ നീ എല്ലാം നിനക്കൊത്ത പോലെ അനുഷ്ഠിക്ക. ദുർനിമിത്തങ്ങളിൽ ജാനകിലങ്കയിൽ വന്നതിൽ പിന്നെ പലതൊണ്ടു കാണുന്നു. കണ്ടീലയോ നാശഹേതുക്കളായി ദശ കണ്ഠപ്രഭു നീ നിരൂപിക്ക മാനസേ. ദാരുണമായി ഇടിവെട്ടുന്നതിനഹം ചോരയും ചെയ്യുന്നതുഷ്ണമായത്രയും. ദേവലിംഗങ്ങൾ ഇളകി വിയർക്കുന്നു ദേവിയാങ്കാളിയും ഘോരതം ശ്രാന്വിതം നോക്കുന്ന ദിക്കിൽ ചിരിച്ചു കാണാകുന്നു. ഗോക്കളിൽ നിന്നു കരങ്ങൾ ജനിക്കുന്നു. ഗോക്കളിൽ നിന്നു കരങ്ങൾ ജനിക്കുന്നു. മൂഷികന്മാർ ജാരനോട് പിണങ്ങുന്നു. രോഷാകുലങ്ങളോടും അവണ്ണമേ. പന്നകജാലം ഗരുഡനോടും തഥാ നിന്നെതിർത്താൽ തുടങ്ങുന്നു നിശ്ചയം. മൂഢനായേറ്റം കരാള വികടനായി വർണ്ണവും പിംഗലകൃഷ്ണമായി സന്തതം കാലനയുണ്ട് കാണുന്നതില്ലാടവും. കാലമാപാവത്തിനുള്ളോന്നിത് നിർണയം. ഇത്തരം ദുർനിമിത്തങ്ങൾ ഉണ്ടായനത്രൈവ ശാന്തിയെ ചെയ്തു കൊള്ളേണമേ. നത്രൈവ ശാന്തിയെ ചെയ്തു കൊള്ളേണമേ. വംശത്തെ രക്ഷിച്ചു കൊള്ളുവാനേതുമേ സംശയമെന്നേ സീതയെ കൊണ്ടുപോയി.
രാമപാദേവ ശുവന്തിക്ക വൈകാതെ രാമനാകുന്നത് വിഷ്ണുനാരായണൻ വിദ്വേഷമെല്ലാം തേച്ചു ഭജിച്ചു കൊൾ അദ്വൈനാം പരമാത്മാനവ്യനം. ശ്രീരാമപാദബോധം കൊണ്ട് സംസാരവാരാന്തിയെ കടക്കുന്ന യോഗികൾ ഭക്തി കൊണ്ട് അന്ധക്കരണവും ശുദ്ധമായി മുക്തിയെ ജ്ഞാനികൾ സിദ്ധിച്ചു കൊള്ളുന്നു. ദുഷ്ടനാം നീയും വിശുദ്ധനാം ഭക്തി കൊണ്ടൊട്ടുമേ കാലം കളയാതെ കണ്ടു നീ. രാക്ഷസവംശത്തെ രക്ഷിച്ചു കൊള്ളുക, സാക്ഷാൽ മുകുന്ദനെ സേവിച്ചു കൊള്ളുക. സത്യമത്രേ ഞാൻ പറഞ്ഞതു കേവലം, പഥ്യം നിനക്കു ചിന്തിക്ക മാനസേ. സാന്ത്വനപൂർവം ദശമുഖൻ തന്നോട് ശാന്തനാമാല്യവാൻ വംശരക്ഷാർത്ഥമായി ചൊന്നതു കേട്ടു പോരാഞ്ഞു ദശമുഖൻ. പിന്നെ മാല്യവാൻ തന്നോട് ചൊല്ലിനാൻ, മാനവനായ നൃപണാം രാമനെ മാനസേ മാനിപ്പതിനെന്തു കാരണം? മർക്കടാലംബനം നല്ല സാമർഥ്യമെൻ ഉൾക്കാമ്പിലോർക്കുന്നവൻ ജലനെത്രയും. രാമൻ നിയോഗിക്കയാൽ വന്നിതെന്നോട് സാമപൂർവം പറഞ്ഞു ഭഗവാൻ നിർണയം. നേരത്തെ പോയാലും എന്നി വേണ്ടുന്ന നാൾ ചാരത്തു ചൊല്ലി വിടുന്നുണ്ട് നിർണയം. വൃദ്ധൻ ഭവാൻ അതിശ്രിക്തനാം മൈത്രമിത്യുക്തികൾ കേട്ടാൽ പുറത്തുകൂടാ ദൃഢം. ഇതം പറഞ്ഞ മാത്യരുമായി ദശ വ്യക്തനും പ്രസാദമൂർധനികരേറിനാൻ. യുദ്ധാരംഭം. വാനരസേനയും കണ്ടകമേ ബഹു മാനവും കൈക്കൊണ്ടിരിക്കും ദശാന്തരെ. യുദ്ധത്തിനായി രജനീചരവീരരെ സത്വരം തത്ര വരുത്തി വാഴും വിധം. രാവണനെ കണ്ടുകോപിച്ചു രാഘവൻ ദേവനും സൗമിത്രിയൊടുവിൽ വാങ്ങിനാൻ. 10 കിരീടവും കൈകൾ 20, വൃത്രനോടൊത്ത ശരീരവും ശൗര്യവും 10 കിരീടങ്ങളും കൂടെയും നിമീ ഷാർദീന ഖണ്ഡിച്ച നേരത്തു രാവണൻ. നിമിഷാർദീന ഖണ്ഡിച്ച നേരത്തു രാവണൻ നാണിച്ചു തല താഴ്ത്തിറങ്ങി ഭയം കൊണ്ട് ബാണത്തെ നോക്കി ചരിച്ചിടിനാൻ. മുഖ്യപ്രഹസ്ത പ്രമുഖ പ്രവരന്മാരൊക്കവേ വന്നു തൊഴുതൂരനന്തരം. യുദ്ധമേറ്റിടുവിൻ കോട്ടയിൽ പൂക്കട സത്യന്ത ഭീത്യാവസിക്കയല്ലത്രേ നാം. പേരീ മൃദംഗടക്കാ പണവാനാക ദാരുണഗോ മുഖാദ്യങ്ങൾ വാദ്യങ്ങളും വാരണാശ്രോഷ്ടാരഹരി ശാർദൂല സൈരി പശ്യന്തന മുഖ്യ. ഖഡ്ഗശൂലേഷു ചാപപ്രസാദോമര മുദ്ഗരയഷ്ടിശക്തിശ്വരികാദികൾ ഹസ്തേ ധരിച്ചുകൊണ്ട് അസ്തഭീത്യാജവൻ. യുദ്ധസന്നദ്ധന്മാരായുദ്ധ തബുദ്ധിയോ തബ്ദികളാദ്രികൾ ഉർവിയും തൽക്ഷണ മുദ്ധൂതമായത് സത്യലോകത്തോളം. വജ്രഹസ്താശയിൽ പൂക്കാൻ പ്രഹസ്തനും വജ്രദംശൻ തഥാ ദക്ഷിണ ദിക്കിലും. ദൃശ്യവനാരിയും മേഘനാഥൻ തഥാ പശ്ചിമഗോപുരദ്വാരി മുഖീടിനാൻ. മിത്രവർഗാമാത്യപ്രത്യജനത്തോടും മുത്തരദ്വാരി പൂക്കാൻ ദശവക്ത്രനും നീലനും സേനനും പൂർവദിഗോപുരേ. ബാലി തനയനും ദക്ഷിണഗോപുരേ, വായു തനയനും പശ്ചിമഗോപുരേ. മായാ മനുഷ്യനാമാദിനാരായണൻ
മിത്രതനയ സൗമിത്ര വിഭീഷണൻ മിത്രസംയുക്തനായ ഉത്തരദിക്കിലും യുദ്ധമുറപ്പിച്ചു രാഘവരാവണ യുദ്ധം പ്രവൃത്തമായി വന്നു വിചിത്രമായി. 1000 കോടി മഹാകോടികളോടും 1000 അർബുദ 1000 ശംഖങ്ങൾ 1000 പുഷ്പങ്ങൾ 1000 കൽപ്പങ്ങൾ 1000 ലക്ഷങ്ങൾ 1000 ദണ്ഡങ്ങൾ 1000 ധൂളികൾ 1000 തേയാകാര പ്രളയങ്ങൾ എന്നിങ്ങനെ സംഖ്യകളോടു കലർന്ന കവികുലം കവിബലം ലങ്കാപുരത്തെ വളഞ്ഞാൻ അതിദ്രുതം പൊട്ടിച്ചടർത്ത പാഷാണങ്ങളെ കൊണ്ടും മുഷ്ടികൾ കൊണ്ടും മുസലങ്ങളെ കൊണ്ടും ഉർവീരുഹം കൊണ്ടും ഉർവീതരം കൊണ്ടും സർവതോലങ്കാപുരം തകർത്തിടീന കോട്ടമതിലും കിടങ്ങും തകർത്തുടൻ കൂട്ടമിട്ടാർത്തു വിളിച്ചടുക്കുന്നേരം വൃഷ്ടി പോലെ ശരജാലം പൊഴിക്കുകയും വെട്ടുകൊണ്ടറ്റു പിളർന്ന കിടക്കയും അസ്ത്രങ്ങൾ ശസ്ത്രങ്ങൾ ചക്രങ്ങൾ ശക്തികൾ അർത്ഥചന്ദ്രാകാരമുള്ള പത്രികൾ ഖഡ്ഗങ്ങൾ ശൂലങ്ങൾ കുന്തളങ്ങൾ ഈട്ടികൾ മുത്തരപംക്തികൾ പിണ്ടിപാലങ്ങളും ഖഡ്ഗങ്ങൾ ശൂലങ്ങൾ കുന്തളീട്ടികൾ മുത്തരപംക്തികൾ പിണ്ടിപാലങ്ങളും തോമരദണ്ഡ മുസലങ്ങൾ യഷ്ടികൾ ചാമീകര പ്രഭപൂണ്ട ശതഗ്നികൾ ഉഗ്രങ്ങളായ വജ്രങ്ങൾ ഇവ കൊണ്ട് നിഗ്രഹിച്ചിടിനാർ നക്തഞ്ചരേന്ദ്രരും ആർത്തി മുഴുത്തു ദശാസ്യനവസ്ഥകൾ ചേർത്തു മറിവതിനായ ചീടിനാൻ ആർത്തി മുഴുത്തു ദശാസ്യനവസ്ഥകൾ പേർത്തു മറിവതിനായ ചീടിനാ ചാതൂലനാദിയാം രാത്രിഞ്ചരന്മാര് രാത്രിയിൽ ചെന്നാരവരും കവികളായി മർക്കടീന്ദ്രന്മാരറിഞ്ഞ് പിടിച്ചടി ചുക്കടരോഷീന തുടങ്ങുമ്പോൾ ആർത്തനാദം കേട്ടു രാഘവനും കരുണാർത്തബുദ്ധ്യാ കൊടുത്താൻ അഭയം ദ്രുതം ചെന്നവരും ശുഗസാരണേരെ പോലെ ചൊന്നതു കേട്ടു വിഷാദേന രാവണൻ മന്ത്രിച്ചുടൻ വിദ്യുച്ഛിഹ്വനമാവുമായി ദശ കന്ധരൻ മൈഥിലി വാഴുമിടം പൂക്കാൻ രാമശിരസും ധനുസ്സും ഇതന്നുടൽ വാമാക്ഷി മുന്നിലം മാറുവച്ചിടിനാൾ ആയോധനെ ഒന്നുകൊണ്ടുപോന്നേനെന്ന് മായയാ നിർമ്മിച്ചു വച്ചത് കണ്ടപ്പോൾ സത്യമെന്നോർത്ത് വിലാപിച്ചു മോഹിച്ചു മുക്താങ്കി വീണ് കിടക്കും ദശാന്തരെ വന്നൊരു ദൂതൻ വിരവോട് രാവണൻ തന്നെയും കൊണ്ടുപോന്നേടിനാനേരം വൈരേ തന്നോട് ചൊന്നാൾ സലമയും ഖേദമശേഷമകലെ കളകനി എല്ലാം ചതിയെന്നു തേറിയിതൊക്കവേ നല്ലവണ്ണം വരും നാളിൽ ഇല്ലൊരു സംശയം കല്യാണ ദേവതീ വല്ലഭൻ കൊല്ലും ദശാസിനി നിർണയം വല്ലഭൻ കൊല്ലും ദശാസിനി നിർണയം ഇത്തം സരമാസരവാക്യം കേട്ടു ചിത്തം തെളിഞ്ഞേരുന്നേടിനാൾ സീതയും മംഗലദേവതാ വല്ലഭാജ്ഞാവശ ലങ്കരൻ രാവണൻ തന്നോട് ചൊല്ലിനാൻ ഒന്നുകിൽ സീതയെ കൊണ്ടുവന്നെന്നുടെ മുന്നിലമ്മാർ വച്ചിടുക വൈകാതെ യുദ്ധത്തിനാശു പുറപ്പെടുകല്ലായി അത്തൽ പൂണ്ടുള്ളിലടച്ചങ്ങിരിക്കലും രാക്ഷസ സേനയും ലങ്കാനഗരവും രാക്ഷസരാജനാം നിന്നോട് കൂടവേ സംഹരിച്ചിടുവൻ ബാണമേതെന്നുള്ള
സിംഹനാദം കേട്ടതില്ലയോ രാവണ, ജ്ഞാനാദഘോഷവും കേട്ടതില്ലേ ഭവ, നാണം നിനക്കേതുമില്ലയോ മാനസേ, യുദ്ധമധിക്ഷേപ വാക്കുകൾ കേട്ടതി കൃതനായൊരു രാത്രിഞ്ചര വീരനും വൃതാധിപുത്രതനയനെ കൊല്ലുന്ന നക്തഞ്ചരാധിപന്മാരോട് ചൊല്ലിനാൻ, നക്തഞ്ചരന്മാരധിപന്മാരോട് ചൊല്ലിനാൻ, ചെന്നു പിടിച്ചാൽ നിശാചര വീരരും കൊന്നു ചുഴറ്റിയെറിഞ്ഞാൻ കവീന്ദ്രനും. പിന്നെ പ്രസാദവും തകർത്തിയിടിനൊന്നു കുതിച്ചങ്ങുയർന്നു വേഗേന പോയി, മന്നവൻ തന്നെ തൊഴുതു വൃത്താന്തങ്ങൾ ഒന്നൊഴിയാതെ ഉണർത്തിനാനങ്കതൻ. പിന്നെ സുഷേണൻ കുമുദൻ നളങ്കജൻ ധന്യൻ ഗവയൻ ഗവാക്ഷൻ മരുതുൽ സുതൻ എന്നിവരാരാധിയാം വാനരവീരന്മാർ ചെന്നു ചുഴന്നു ഇടങ്ങും നിരത്തിനാർ, കല്ലും മലയും മരവും ധരിച്ചാച്ചു നില്ലുന്നില്ലെന്ന് പറഞ്ഞു കൊടുക്കുന്നേരം. ബാണചാപങ്ങളും വാളും പരിചയും പ്രാണഭയം വരും വെൺമഴുക്കുന്തം, ദണ്ഡങ്ങൾ മുസലങ്ങൾ ഗതകളും വെണ്ടിപാലങ്ങളും മുക്തരജാലവും ചക്രങ്ങളും പരിഗമിട്ടുമീട്ടികൾ ശുക്രകവചങ്ങളും മറ്റുമിത്യാദികൾ ആയുധമെല്ലാം എടുത്തു പിടിച്ചു കൊണ്ടായോധനത്തിനടുക്കൂരക്കരും വാരണാനാദവും വാചികൾ നാദവും തേരുകൾ നാദവും ഞാണൊലി നാദവും രാക്ഷസരർക്കാർക്കയും സിംഹനാദങ്ങളും രൂക്ഷതയേറും കവികൾ നിനാദവും തിങ്ങിമുഴങ്ങി പ്രപഞ്ചവും മെങ്ങുമിടതോർന്നു മാറ്റുലി കൊണ്ടുതേ ജംഭാരി മുമ്പാം നിലിംബരും കിന്നര കിം പുരുഷോരഗുഹ്യ സംഘവും ഗന്ധർവസിദ്ധ്യ വിദ്യാധര ചരണാദ്യാന്തരീക്ഷാന്തരേ സഞ്ചരിക്കും ജനം. നാരദാനാദികളായ മുനികളും ഘോരമായുള്ള യുദ്ധം കണ്ടുകൊള്ളുവാൻ നാരികളോടും വിമാനയാനികൾ അറിങ്ങളേ ലാരൂഹ്യ പുഷ്കരാന്തി നിറഞ്ഞിടിന തുങ്കനാമിദ്രജിത്തേറ്റാനതു നേരം അംഗതൻ തന്നോടിത് കവീന്ദ്രനും സൂതനെ കൊന്നു തേരും തകർത്താൻ മേഘനാഥനും മറ്റൊരു തേരിലേറിയിടിനാൻ മാരുതി വേൽ കൊണ്ട് ചാട്ടിയിടിനാൻ ധീരനാകുന്നതും ജാമ്പുമാലിനി നിശാചരൻ സാരഥി തന്നോടുകൂടവേ മാരുതി തേരും തകർത്തവനേ കൊന്ന അലറിനാൻ. മിത്രതനയൻ പ്രഹസനോടേറ്റിത് മിത്രാരിയോട് വിഭീഷണ വീരനും നീലൻ നികുംബനോടേറ്റാൻ തപനനെ കാലപുരത്തിനയച്ചാൻ മഹാഗജൻ ലക്ഷ്മണനേറ്റാൻ വിരൂപാക്ഷനോടത ലക്ഷ്മീപതിയാം രഘുത്തമൻ തന്നോടും ദക്ഷധ്വജാഗ്നിധ്വജാദികൾ 10 പേർ തൽക്ഷണേ പൂർ ചെയ്തു പൂക്കാസുരാലയം വാനരന്മാർക്കു ജയം വന്നിത നേരം ഭാനുവും വാരിധി തന്നിൽ വീണിടിനാൻ ഇന്ദ്രാത്മജാത്മജനോടേറ്റു തോറ്റുപോ ഇന്ദ്രജിത്താംബരാന്തേ മറഞ്ഞിടിനാൻ നാഗാസ്ത്രമേതു മോഹിപ്പിച്ചിതു വെത രാഘവന്മാരെയും വാനരന്മാരെയും ചെന്ന കവികളെയും നരന്മാരെയും ഒന്നൊഴിയാതെ ജയിച്ചീനിതെന്നവൻ വെന്നിപ്പെരുമ്പറ കൊട്ടിച്ചു മേളിച്ചു ചെന്നു ലങ്കാപുരം തന്നിൽ മേവീടിനാൻ താപസവൃന്ദവും ദേഹസമൂഹവും താപസം കലർന്നു വിഭീഷണ വീരനും
ഹാഹാ വിഷാദേന ദുഃഖവിഷണരായി മോഹിതന്മാരായി മരുവും ദശാന്തരെ സപ്തദ്വീപങ്ങളും സപ്താർണവങ്ങളും സപ്താചലങ്ങളുമോക്ഷോഭമാം വണ്ണം സപ്താശ്വകോടി തേജോമയനായി സുവർണാദ്രി പോലെ പവനാശനാശനൻ അബ്ദിതോയം ദിധ്വാപിത്വാ സ്വപക്ഷയുഗ മുത്തൂതലോകത്രയത്തോടതിദ്രുതം നാഗാരി രാമപാദം വണങ്ങിനാൻ നാഗാസ്ത്രബന്ധനം തീർന്നിതു തൽക്ഷണേ. ശാഖാമൃഗങ്ങളും വസ്ത്രനിർമുക്തരായി ശോകവും തീർന്നു തെളിഞ്ഞു വിളങ്ങിനാൻ ഭക്തപ്രിയൻ മുതാ പക്ഷിപ്രവരന് ബദ്ധസമ്മോദമനുഗ്രഹം നൽകിനാൻ. കൂപ്പിത്തൊഴുത് അനുവാദവും കൈക്കൊണ്ട് മേൽപോട്ടു പോയി മറഞ്ഞിടിനാൻ താർഷ്യനും. മുന്നേതിലും ബലവീര്യ വേഗങ്ങൾ ഉന്നതന്മാരാം കവിവരന്മാരെല്ലാം മന്നവൻ തന്റെ യോഗേന മരങ്ങളും കുന്നും ചിലയും എടുത്തെറിഞ്ഞിടിനാർ. വന്ന ശത്രുക്കളെ കൊന്നു മമാത്മജൻ മന്ദിരം പൂക്കിന്നരുന്നതിൽ മുന്നമേ വന്നാരവരും ഇങ്ങെന്തൊരു വിസ്മയം നന്നെത്രയും എന്നേ പറയാവും. ചെന്നറിഞ്ഞിടുവാൻ എന്തൊരു ഘോഷമേ ഇതെന്നു ദശാനനൻ ചെന്നോരനന്തരം. ചെന്നു ദൂതന്മാരറിഞ്ഞു ദശാനനൻ തന്നോട് ചൊല്ലിനാൾ വൃത്താന്തമൊക്കവേ. വീരബലവേഗ വിക്രമം കൈക്കൊണ്ട് സൂര്യാത്മജാതികളായ കവികുലം സൂര്യാത്മജാതികളായ കവികുലം ഹസ്തങ്ങൾ തോറുമലാതും കൈക്കൊണ്ട് ഭക്തിതൻ ഉത്തമാംഗത്തിന്മേൽ നിൽക്കുന്നു. നാണമുണ്ടെങ്കിൽ പുറത്തു പുറപ്പെടുകയാണെങ്കിലെന്നാർത്തു പറയുകയും കേട്ടതില്ലേ ഭവാൻ എന്നവർ ചൊന്നത്. കേട്ടു ദശാസ്യനും ഗോപേന ചൊല്ലിനാൻ മന്മാനവന്മാരെ ഉയരെയുള്ള മതമുള്ള മാനരന്മാരെയും കൊന്നെടുക്കിടുവാൻ പോക ധ്രുമാക്ഷൻ പടയോടുകൂടവേ വേഗേന യുദ്ധം ജയിച്ചു വരിക നീ. യുദ്ധമനുഗ്രഹം ചെയ്തയച്ചാനദീ ക്രുധനാം ധ്രുമാക്ഷനും നടന്നേടിനാൻ. ഉച്ചൈസ്തരമായ വാദ്യഘോഷത്തോടും പശ്ചിമ ഗോപുരത്തൂടെ പുറപ്പെട്ടാൻ. മാരുതിയോട് എതിർത്താൻ അവനും ചെന്നു ദാരുണമായി യുദ്ധവും എത്രയും. വേലസീ വെൺമഴുക്കുന്തം ചരാസനം ശൂലം മുസലം പരിഗഗതാദികൾ കൈക്കൊണ്ടു വാരണാവാചിരഥങ്ങളിൽ ഉൾക്കരുത്തോടെ രാക്ഷസവീരരും. കല്ലും മരവും മലയുമായി പർവ്വത തുല്യശരീരികളായ കവികളും തങ്ങളിൽ ഏറ്റുപൊരുതു മരിച്ചിതൊട്ടുമിങ്ങും മഹാവീരരായുള്ളവർ. ചോരയുമാറായി ഒഴുകി പല വഴി ശൂരപ്രവരനാമാരുതി ദക്ഷിണേ. ഉന്നതമായൊരു കുന്നിൻ കൊടുമുടി തന്നെ അടർത്തെടുത്താന്നറിഞ്ഞിടിനാൻ. തേരിൽ നിന്ന് ആശുകതയും എടുത്തുടൻ വാലിലമ്മാറുദ്രുമാക്ഷനും ചാടിനാൻ. തേരും കുതിരകളും പൊടിയായതു മാരുതിക്കുള്ളിൽ വർത്തിച്ചിതു കോപവും. രാത്രിഞ്ചരയൊഴുക്കി തുടങ്ങിനാൻ. ആർത്തി മുഴുത്തത് കണ്ടു ധ്രുമാക്ഷനും മാരുതിയെ ഗത കൊണ്ടടിച്ചിടിനാൻ. ധീരതയോടതിനാകുലമെന്നേ പാരം വളർന്നൊരു കോപവിശനായി മാരുതി രണ്ടാമതൊന്നറിഞ്ഞീനാൻ. ധ്രുമാക്ഷനീർകൊണ്ടം പർപുരത്തിന്ന
നങ്കമാല മാർജെന്ന് സുഖിച്ചു വാണിയിടിനാൻ. ശേഷിച്ച രാക്ഷസർ കോട്ടയിൽ പൂക്കിയത് ഘോഷിച്ചിതങ്കനമാ വിലാപങ്ങളും വൃത്താന്തമാഹന്ത കേട്ടു ദശാസ്യനും ചിത്തത്താപത്തോടു പിന്നെയും ചൊല്ലിനാ. വജ്രഹസ്താരിപ്രവരൻ മഹാബലൻ വജ്രദംശ്രൻ തന്നെ പോക യുദ്ധത്തിനായി മാനുഷവാരൻ വാനരന്മാരെ ജയിച്ച മാനകൃത്യാവരികന്നയിച്ചിടിനാൻ. ദക്ഷിണ ഗോപുരത്തൂടെ പുറപ്പെട്ടു ശക്രാത്മജാത്മജനോട് എതിർത്തിയിടിനാൻ. ദുർനിമിത്തങ്ങളുണ്ടായതനാദൃത്യ ചെന്ന കവികളോടേറ്റു മഹാബലൻ. വൃഷശിലാശൈലവൃഷ്ടി കൊണ്ടേറ്റവും രക്ഷോവരന്മാർ മരിച്ചു മഹാരേണേ. ഖഡ്ഗശസ്ത്രാസ്ത്ര ശക്തിയാദികളേറ്റേറ്റു മർക്കടന്മാരും മരിച്ചാരസംഖ്യമായി. പത്തംഗയുക്തമായുള്ളവരും പട നക്തഞ്ചരന്മാർക്കും നഷ്ടമായി വന്നിത്. രക്തനദികൾ ഒലിപ്പിച്ചു പല വഴി നൃത്തം തുടങ്ങി കബദ്ധങ്ങളും ബലാൽ. താരേയനും വജ്രദംശനും തങ്ങളിൽ ഘോരമായേറ്റം പിണങ്ങി നിൽക്കും വിധവും വാളും പറിച്ചുടൻ വജ്രദംശങ്ങള നാളം മുറിച്ചെറിഞ്ഞിടിനാനങ്കതൻ. അക്കഥ കേട്ടാശു നക്തഞ്ചരാധിപൻ ഉൾക്കരുത്തേറുമകമ്പനൻ തന്നെയും വൻപടയോടുമയച്ചാനതു നേരം. കമ്പമുണ്ടായിതുമേരിക്കന്നേരം ദൃശ്യവനാരിപ്രവരനാകമ്പനൻ പശ്ചിമ ഗോപുരത്തൂടെ പുറപ്പെട്ടാൻ. വായുതനയനോടേറ്റവനും നിജ കായം വെടിഞ്ഞു കലാലയം മേവിനാൻ. മാരുതിയെ സ്തുതിച്ചു മഹാലോകരും പാരം ഭയം പെരുത്തു ദശകണ്ഠനും സഞ്ചരിച്ചാൽ നിജരാക്ഷസ സേനയിൽ. പഞ്ചദ്വയാസ്യനും കണ്ടാനത് നേരം രാമേശ്വരത്തോടു സേതുവിന്മേലുമാ. രാമദേശാന്തം സുബേലാചലോചരീ വാസവസേന വരുന്നതും കോട്ടക ലൂനമായി വന്നതും കണ്ടൂരനന്തരം. ക്ഷിപ്രം പ്രഗസ്തനെ കൊണ്ടുവരികെന്ന് കൽപ്പിച്ച നേരം അവൻ വന്നു കൂപ്പിനാ. നീ അറിഞ്ഞിലയോ വൃത്താന്തമൊക്കവേ, നായകന്മാർ പടയ്ക്കാരുമില്ലല്ലോ. ചെല്ലുന്ന രാക്ഷസവീരരെ കൊല്ലുന്നതും കണ്ടിരിക്കയില്ലിങ്ങു നാം. ഞാനോ ഭവാനോ കനിഷ്ഠനോ പോർ ചെയ്ത് വാനരന്മാരെ ഒടുക്കുവാൻ പോകുന്നതാര് എന്ന് കേട്ടവൻ പോകുന്നതിന്ന് ഞാനെന്ന് കൈക്കൂപ്പിനാൻ. തന്നെ മന്ത്രികൾ 4 പേരുള്ളവർ ചെന്നു 4 അംഗപ്പടയും വരുത്തിനാർ. 4 ലങ്കയിലുള്ള പടയ്ക്കെല്ലാൽ മാലംബനാം പ്രഹസ്തൻ ഭാരതൻ കുംഭകനും മഹാനാഥനും ദുർമുഖൻ ജംഭാരി വൈരിയാം വീരൻ സമുന്നതൻ. ഇങ്ങനെയുള്ളൊരു മന്ത്രികൾ 4 തിങ്ങീനവൻ പടയോടും നടന്നിത് ദുർനിമിത്തങ്ങളുണ്ടായത് കണ്ടവർ തന്നകതാരിലുറച്ചു സന്നദ്ധരായി. പൂർവപുരദ്വാരദേശി പുറപ്പെട്ടു പാവകപുത്രനോടേറ്റൂരനന്തരം മർക്കടന്മാർ ശില്പവൃക്ഷാചലം കൊണ്ട് രക്ഷോഗണത്തെ ഒടുക്കി തുടങ്ങിന. ചക്രകണ്ഠപ്രാസശക്തി ശസ്ത്രാസ്ത്രങ്ങൾ മർക്കടന്മാർക്കുമേറ്റൊക്കെ മരിക്കുന്നു. ഹസ്തിവരന്മാരും അശ്വങ്ങളും ചത്തു
രക്തം നദികളായൊക്കെയൊലിക്കുന്നു. അംബോജ സംഭവനന്ദൻ ജാമ്പവാൻ കുംഭകനുവിനെയും ദുർമുഖനെയും കൊന്നു. മഹാനാഥനെയും സമുന്നതൻ തന്നെയും പിന്നെ പ്രഹസ്തൻ മഹാരഥൻ നീലനോടേറ്റുടൻ ദ്വന്ദ്വയുദ്ധം ചെയ്ത് കാലപുരിവുക്കിന്നരുളീടിനാൻ. നീലനോടേറ്റുടൻ ദ്വന്ദ്വയുദ്ധം ചെയ്തു കാലപുരിവുക്കിന്നരുളീടിനാൻ. സേനാപതിയും പടയും മരിച്ചത് മാനിയാം രാവണൻ കേട്ടുപോവാന്ധനാൽ. സേനാപതിയും പടയും മരിച്ചത് മാനിയാം രാവണൻ കേട്ടുപോവാന്ധനായി. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതമാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപതി. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. 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 നാരായണായോ നമ നാരായണായ നമ. നാരായണോ നമ നാരായണോ നമ. നാരായണോ നമ നാരായണായ നമ. നാരായണോ നമ നാരായണായ നമ. ഇതോടുകൂടി രാമായണ പാരായണത്തിലെ 25ാമത്തെ ദിവസത്തെ ഭാഗങ്ങൾ പൂർണ്ണമാവുകയാണ്. എല്ലാവർക്കും നമസ്കാരം.